ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആതിര. എനിക്ക് 20 വയസ്സുണ്ട്. വയ്യാണ്ടായ എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വലിയൊരു തുക വേണം. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ മുതലാളി പണം തന്നു. പക്ഷേ മുതലാളി പറയുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്യണം. അതായിരുന്നു വ്യവസ്ഥ. ആ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. 3 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു. അതോടെ എൻ്റെ പഠിത്തം നിന്നു. അമ്മയ്ക്കും അസുഖങ്ങളായി. ജോലിക്കൊന്നും പോവാൻ വയ്യാതെയായി. ഞാൻ ജോലിക്ക് പോയാലേ അമ്മയും അനിയത്തിയെ നോക്കാൻ പറ്റൂ. ആ അവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തുള്ള ബംഗ്ലാവിൽ ഒരാളെ ജോലിക്ക് വേണം എന്ന് കേൾക്കുന്നത്. അവിടെ 45 വയസ്സുള്ള ഒരാൾ മാത്രമേയുള്ളൂ. ബാക്കി എല്ലാവരും വിദേശത്താണ്. ഞാൻ അവിടെ ജോലിക്ക് കയറി. വലിയ ജോലിയൊന്നും അവിടെ ഇല്ലായിരുന്നു. ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. കുറച്ച് ആഹാരമുണ്ടാക്കണം, കുറച്ച് തുണി കഴുകണം, പിന്നെ മിറ്റമടിക്കണം. അത്രയും പണിയേ ഉള്ളൂ. നല്ല ശമ്പളവും നല്ല ഭക്ഷണവും എല്ലാം കിട്ടും. എനിക്ക് 20 വയസ്സാണെങ്കിലും കണ്ടാൽ ഒരു 25 വയസ്സൊക്കെ തോന്നും. മുമ്പും ബൈക്കും എല്ലാം നല്ലപോലെ തള്ളിയാണ് നിൽക്കുന്നത്. ജോലിയുടെ ആദ്യ നാളുകളിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. മുതലാളി എന്നെ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം അറിഞ്ഞ മുതലാളി പൈസയൊക്കെ കുറച്ച് കൂടുതൽ തരുമായിരുന്നു. പതിയെ പതിയെ ഞാൻ തുണി അലക്കുമ്പോഴും തറ തുടയ്ക്കുമ്പോഴും മുതലാളി എന്നെ നോക്കാൻ തുടങ്ങി. എൻ്റെ വലിപ്പം തന്നെയായിരുന്നു അതിന് കാരണം. വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതൊന്നും കണ്ടില്ല എന്ന് ഞാൻ നടിച്ചു. ഈ ജോലി എനിക്ക് അത്രയും അത്യാവശ്യമാണ്. ഒരു ദിവസം മുതലാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. പിന്നെ നാളെ തൊട്ട് ആദ്യം എൻ്റെ മുറി വൃത്തിയാക്കണം, എന്നിട്ട് മിറ്റമടിക്കാൻ പോയാൽ മതി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ മുതലാളിയുടെ റൂം വൃത്തിയാക്കാൻ ചെന്നു. ആള് ഉണർന്ന് കിടക്കുകയാണ്. ഞാൻ മുറി അടിച്ചു വരാൻ തുടങ്ങി. എൻ്റെ മലയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. രാവിലെ എൻ്റെ മല കണ്ട് ഉണരണം, അതായിരുന്നു ഉദ്ദേശം. അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസം അമ്മയ്ക്ക് അസുഖം കൂടി. ഉടനെ ഒരു ഓപ്പറേഷൻ നടത്തണം, എന്നാലേ അമ്മ രക്ഷപ്പെടൂ. ഓപ്പറേഷന് 1 ലക്ഷം രൂപയാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയും കൂടി നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ലാണ്ടാവും. അവസാനം ഞാൻ മുതലാളിയോട് പണം ചോദിച്ചു. ഇത്രയും വലിയ തുക നീ ഇവിടെ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ആ കടം തീരില്ല. വെറുതെ കളയാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അത് കേട്ടിട്ട് എൻ്റെ കണ്ണു നിറഞ്ഞു. അത് കണ്ട് മുതലാളി പറഞ്ഞു, പൈസ തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ഒരു ഈട് വേണം. ഞാൻ ആലോചിച്ചു. ഞങ്ങളുടെ വീടും പറമ്പും നേരത്തെ തന്നെ മുതലാളിയുടെ അടുത്ത് പണയം വെച്ചതാണ്. ഇനി വേറെ ഒന്നുമില്ല. ഒന്നും മിണ്ടാതെ നിന്ന എന്നോട് മുതലാളി പറഞ്ഞു, ഞാൻ പണം തരാം. പകരം ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കണം. എതിർപ്പൊന്നും കാണിക്കരുത്. മുതലാളി എന്താണ് പറയുന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എല്ലാം നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ആ മേശയുടെ ഉള്ളിൽ നിന്ന് പണമെടുത്തു. ഞാൻ പിന്നെ വേറൊന്നും ആലോചിക്കാൻ നിന്നില്ല. പണമെടുത്ത് പോവാൻ തുടങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞാലുടനെ ഇവിടേക്ക് വരണമെന്നും മുതലാളി പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. അമ്മ രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മുതലാളിയുടെ വീട്ടിലേക്ക് ചെന്നു. മുകളിലെ റൂമിൽ ഞാൻ നിനക്കൊരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് റെഡിയായി നിൽക്ക്. ഞാൻ നേരെ മുകളിലേക്ക് പോയി. ഞാൻ മുകളിൽ ചെന്ന് ഡ്രസ്സ് എടുത്ത് നോക്കി. ഫുള്ള് നെറ്റാണ്. മുകളിൽ 2 വശത്തും താഴെ ഒരു വശത്തും മാത്രമേ തുണിയുള്ളൂ. ബാക്കിയെല്ലാം വല പോലെയാണ്. ഒന്നും ആലോചിക്കാതെ ഞാനത് ഇട്ടു. അപ്പോഴേക്കും മുതലാളി റൂമിലേക്ക് വന്നു. അപ്പോഴാണ് ശരിക്കും മുതലാളി എന്താണ് അന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. മുതലാളി പുറകിലേക്ക് നീങ്ങി നിന്നു. ഇപ്പോൾ പുറകിലെ പാറക്കെട്ടിൽ കുന്തം തട്ടുന്നുണ്ട്. കൈകൾ മലകളിലുമാണ്. വല്ലാത്തൊരു തരിപ്പ് അനുഭവപ്പെട്ടു. പിന്നീട് താഴത്തെ കുഴികളിലേക്കും വിരലുകൾ പോയി. ഞാൻ മുഖം പൊത്തി കട്ടിലിൽ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ വന്ന് മുട്ടി. ഞാൻ കണ്ണു തുറന്ന് നോക്കി. വലിയ ഏത്തപ്പഴം കയ്യിൽ പിടിച്ച് മുതലാളി നിൽക്കുന്നു. അതിൻ്റെ തൊലി പൊളിച്ച് മുതലാളി എനിക്ക് കഴിക്കാൻ തന്നു. മുതലാളി എൻ്റെ മൂക്കിൽ കൈവച്ചു. ശ്വാസം എടുക്കാനായി ഞാൻ വായ തുറന്നു. പഴം ഇപ്പോൾ എൻ്റെ വായിലാണ്. കുറച്ച് സമയം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് മുതലാളി ആ പഴമെടുത്ത് ചെറിയ കേക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചു.